ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇത് ഇന്ന് റിവ്യൂവിന് കൊണ്ടുവന്നിരിക്കും വീണ്ടും ഒരു ഫിഗോ തന്നെയാണ്. ഇതൊരു 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്നൊരു വാഹനമാണ് കേട്ടോ. വണ്ടി വൈറ്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. നല്ല പെർഫെക്റ്റ് ബോഡി കണ്ടീഷൻ തന്നെ പറയാം. അതുപോലെ ചിൽഡ് ഏസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ഫ്രണ്ട് വശത്തേക്ക് പോകാം കേട്ടോ. ഫ്രണ്ട് വശം നോക്കുമ്പോഴായാലും കാണാവുന്നതാണ്. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിൽ വണ്ടി തിളങ്ങിയാണ് നിൽക്കണേ. അതുകൊണ്ട് വണ്ടിയുടെ സൈഡിലേക്ക് പോകാം കേട്ടോ. സൈഡിലേക്ക് പോകുമ്പോൾ കമ്പനി അലോയ്സും കാര്യങ്ങളും, ഫോർഡിൻ്റെ ഒറിജിനൽ അലോയ്സും കാര്യങ്ങളും കാണാം. ടയറൊക്കെ ഓവറോൾ ഒരു 60 to 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇന്ത്യയിലേക്ക് പോകാം. ഇന്ത്യയിൽ നോക്കുമ്പോഴായാലും പ്യോർ സ്റ്റോക്ക് കണ്ടീഷൻ ഇന്ത്യയിൽ തന്നെ പറയാം. വേറെ ഒരു തരത്തിലുള്ള ഓൾട്രേഷൻസും വരുത്തിയിട്ടില്ല. LCD LED സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് ക്യാമറ, 2 ഡോർ പവർ വിൻഡോ, ചിൽഡ് AC ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ സെൻട്രൽ ലോക്ക് ഉൾപ്പെടെയുള്ള ഫീച്ചറും വീണ്ടും വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇന്റീരിയറാണ് വരുന്നത്. ബാക്കിൽ നോർമൽ ടൈപ്പ് വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം. ഇവിടേക്ക് നോക്കുമ്പോഴായാലും ഇവിടെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. വേറെ എക്സ്ട്രാ ആഡ് ഓൺസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പക്ക നീറ്റായിട്ടുള്ള ബാക്ക് സൈഡ് ആണ് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ്. ആവറേജ് ചെറിയ ഫാമിലി കൊണ്ടുനടക്കാനായാലും ഈസി ആയിട്ട് കൊണ്ടുനടക്കാനുള്ള വാഹനമുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് പോകുമ്പോഴായാലും നമുക്ക് കാണാവുന്നതാണ്. വേറെ എക്സ്ട്രാ ബീഡിങ്സും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. പ്യോർ സ്റ്റോക്കിൽ തന്നെയാണുള്ളത്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ റൂം കാണിച്ചു തരാം കേട്ടോ. ഫോർഡിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ ബോഡി ഷേപ്പിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബോഡിയുടെ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ടതായിട്ടില്ല. നല്ല ഹെവി ബോണറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതും പക്ക സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ സംഭവിക്കാത്ത വാഹനമാണ്. പേസ്റ്റിങ്ങളൊക്കെ പക്ക പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. എഞ്ചിൻ നോക്കുമ്പോഴല്ലേ ഫ്രഷ് നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫോർഡിന്റെ ഒറിജിനൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ഉള്ളവർക്കായാലും അത്യാവശ്യം നല്ല മൈലേജോട് കൂടി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ ഈ വണ്ടി കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.